രണ്ടാളായാലും മൂന്നാളാണെങ്കിലും ചെയ്യേണ്ട വർക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ നോമ്പിൻ്റെ പണി വന്നതോട് കൂടിയിട്ട് തന്നെ കുറച്ച് പരിപാടികളൊക്കെ വൈകുന്നേരത്തിന് വെക്കാറില്ല കേട്ടോ. കുറച്ച് നേരത്തെ ചെയ്ത് വെക്കും. വെള്ളം കലക്കി വെക്കുക, അതേപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മുടെ നിസ്കാരം ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലാതെ തിരക്കും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഇന്ന് ചിക്കനും നൂൽപൂട്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചിക്കനൊക്കെയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ വാട്ടാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം ബീഫ്, പിന്നെ ചിക്കന്, മീനൊന്നും ഇതുവരെയായിട്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളകൊക്കെ എടുക്കുന്ന കണ്ടെയ്നർ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിന് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഉള്ളിയൊക്കെ അവിടെ വാടാനായിട്ടതിന് ശേഷം നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിതാ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേപോലെ തണ്ണിമത്തൻ ജ്യൂസ് ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്നേ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ജ്യൂസ് മുന്തിരി. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഷാന കുടിക്കാത്ത കാരണം തന്നെ ഇതങ്ങോട്ട് കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ബാക്കി അങ്ങോട്ട് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിങ്ങനെ ഡെയിലി ഓരോ ഗ്ലാസ് എടുക്കാമല്ലോ. ഞാൻ ചില സമയത്ത് അത്താഴത്തിനും കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ കഴുകിയിട്ട് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വരുമ്പോഴേക്കിനും ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് മിന്നൂസ് ഉച്ചയുറക്കത്തിലാണ് കേട്ടോ. അപ്പോഴേക്കിനും ആൾ കുറച്ച് കഴിയുമ്പോഴേക്കിനും എണീച്ച് വരും. 2 മണിക്കൂർ അങ്ങനെ ഉറങ്ങും. അപ്പോഴേക്കിനും മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ തലേ ദിവസത്തെ കുറച്ച് ഫ്രൂട്ട്സുകൾ ബാക്കി ഉണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം ഓറഞ്ചും ഷാനക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം എനിക്ക് കുക്കുംബറിനോട് ഇത്തിരി താല്പര്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വലുതായ കാരണം തന്നെ അതിൻ്റെ ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വൈകുന്നേരമൊക്കെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ തണുപ്പുള്ള ഐറ്റംസ് അല്ല, ഇപ്പോഴത്തെ ചൂടിനൊക്കെ പറ്റിയതാണല്ലോ കുക്കുംബർ കഴിക്കുക. പിന്നെ അതേപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ 2 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാല് പിന്നെ ബാക്കി വെള്ളവും ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ തരിക്കഞ്ഞിയിൽ സേമിയൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വറുത്ത റവായ കാരണം നമ്മൾ സെപ്പറേറ്റ് പിന്നെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ വേഗം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി നെയ്യിലൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരി വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ അപ്പോഴേക്കിനും ജ്യൂസൊക്കെ അടിച്ചിട്ട് ജ്യൂസും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഷാനാക്ക് LSSൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പഠിത്തത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.